ഹായ് പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് എൻ്റെ ചാനലിലോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളൊരു എ സി വാങ്ങിച്ചായിരുന്നു. ഞാൻ എ സിയെക്കുറിച്ച് പറയാനും വേണ്ടി വന്നതല്ല, ഈ പണി ചെയ്യുന്ന ഈ രണ്ട് മക്കളെക്കുറിച്ച് പറയാനായിട്ടാണ്. എ സി ഓരോ പാർട്ടായിട്ട് ഊരിയെടുത്ത് കവർ പൊട്ടിച്ച് ഊരിയെടുത്ത് ഈ കൊച്ചുങ്ങളിങ്ങനെ ഒരാൾ റൂമിൽ നിന്ന് അത് എ സി ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ആ കുട്ടി അവിടെ ഹോളൊക്കെ ഇടുന്നുണ്ട്. ആ പൊടി തറയിൽ വീഴാതിരിക്കാനും വേണ്ടി ഒരു കവർ അവിടെ ചെയ്തിട്ടാണ് ആ മോന് അവിടെ ഡ്രില്ല് ചെയ്ത് ചുവര് തുളയ്ക്കുന്നത്. ആ ഇടം കൊണ്ട് മറ്റൊരു മോന് ഈ പുറത്ത് നിന്ന് ഓരോ എ സിയുടെ ഓരോ ഭാഗം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യുന്നുണ്ട്. ഇതാണ് LGയുടെ എ സിയാണ് വാങ്ങിച്ചത്. 1.5 ടണ്ണിൻ്റെതാണ് വാങ്ങിയത്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെന്നാണ് വിചാരിച്ചത്. പ്രായം അവർക്ക് ഉണ്ട്, 10-26 വയസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടികളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ജോലിയിൽ നല്ല ശ്രദ്ധയുള്ള കുട്ടികളാണ്. നല്ല ശ്രദ്ധയെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധയുണ്ട്. എനിക്കതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയണമെന്ന് തോന്നി. ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന മോൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ ജോലിയിൽ നിന്നും കൈയെടുക്കാതെ തന്നെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ആ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ജോലിയിൽ ശ്രദ്ധ വിടാതെ തന്നെ ചോദിക്കുന്നതിനും മറുപടി പറയുന്നുണ്ട്. അതുപോലെ ഈ മോനും എന്തെങ്കിലും ചോദിച്ചാലും തിരിഞ്ഞു നിന്ന് മറുപടി പറയുന്നില്ല, പക്ഷേ ശ്രദ്ധയോടുകൂടി ഓരോ പാർട്ടും വയ്ക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ട് കയറുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഞങ്ങൾ ഓർത്തുപോയി. അവരും വെളിനാടുകളിൽ ജോലിക്കൊക്കെ നിൽക്കുന്ന മക്കളാണല്ലോ. എനിക്ക് ആൺകുട്ടികളില്ല എങ്കിലും ഈ മക്കൾ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ മക്കൾ ചെയ്യുന്നത് പോലെ എനിക്കൊരു തോന്നലും മനസ്സിനൊരു സങ്കടവും ഒക്കെ തോന്നി. പിന്നെയും ഞാൻ വിചാരിച്ചു, ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി എന്ത് ജോലി തന്നെ ചെയ്താലല്ലേ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഒന്നപ്പുറത്ത് മതിൽ ചാടി കയറുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ ചെയ്യുന്നത്. കയറുന്നു, ജോലി ചെയ്യുന്നു, ഇറങ്ങുന്നു. ഞാനിത് യൂട്യൂബിൽ നിങ്ങളെക്കുറിച്ച് ഇടാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോഴേ കുഞ്ഞുങ്ങൾ പറയാണ്, ഞങ്ങൾ അങ്ങനെയെങ്കിലും വൈറലാകട്ടെ ആൻറ്റി, ഒന്ന് ഇട്ടോളൂ, ഞങ്ങളുടെ മുഖമൊക്കെ കൂടെ ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇവരുടെ ജോലി കണ്ടിട്ട് അടുത്ത ഒരു റൂമിലുള്ള ഒരു എ സി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സർവീസ് ചെയ്ത് തരണേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ ആൻറ്റി ഒട്ടും സമയമില്ല, ഞങ്ങൾ വിളിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കുട്ടികളാണെങ്കിലും ശരിക്കും തിരക്കുണ്ട് കേട്ടോ. എന്തായാലും ആത്മാർത്ഥതയുള്ള കുട്ടികളാണ്. ജോലിയിൽ എന്തായാലും അഗ്രഗണ്യരെന്ന് തന്നെ പറയാം. അത് ഇതിവിടെ നിന്ന് തൂക്കിയെടുത്ത് ഒറ്റയ്ക്കൊക്കെ തൂക്കുന്നത് കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു സങ്കടവും തോന്നിയായിരുന്നു. തൂക്കി മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് മറ്റൊരു മോൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇത്രയും എന്തോരം പാടുപെടുന്നെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് സങ്കടം തോന്നിയായിരുന്നു. ജോലിക്കാരാണ്, എന്നിരുന്നാൽ പോലും കൊച്ചുകുട്ടികളല്ലേ. കൊച്ചുകുട്ടികളാണെങ്കിലും നല്ല ആത്മാർത്ഥതയുള്ള മക്കൾ തന്നെയാണ്. ഇത് കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. താഴെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി ഇങ്ങനെ പറയുന്നതല്ലാതെ മുഖത്ത് പോലും നോക്കാതെ നിന്നാണ് ജോലി ചെയ്യുന്നത്. ജോലിയിൽ അവർ ശ്രദ്ധ വിടുന്നില്ല. ഇടയ്ക്ക് ഞാനൊരു ചായ കൊണ്ട് കൊടുത്തു. അപ്പോൾ ആ ചായ കുടിക്കുന്ന നേരം മാത്രമാണെന്നവർ ആ ശ്രദ്ധ വിട്ട് ചായയിലോട്ടായത്. ഈ ഒരു മോൻ ആ സമയം നോക്കി ചായയും കുടിക്കുന്നു, മൊബൈലും നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആ മോനൊരു ഷെയിമൊക്കെ വന്ന് ഒന്ന് ഒളിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി എടുക്കുന്നെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും എടുക്കണം, കാണട്ടെ എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ അവസാനം വരെയും എടുക്കുന്നത്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പുറത്തിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അകത്ത് വന്ന്
എല്ലാം ഓൺ ചെയ്തൊക്കെ കാണിച്ചു തന്നു. ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തന്നായിരുന്നു. ഇന്നതുപോലെയൊക്കെ ചെയ്യണം. നല്ല കുട്ടികൾ. നല്ല കുട്ടികളെന്ന് വെച്ചാൽ മീൻസ് നല്ല ജോലി, ആത്മാർത്ഥതയുള്ള കുട്ടികൾ, ജോലിയിൽ ആത്മാർത്ഥതയുള്ള കുട്ടികൾ. കുട്ടികളായിരിക്കുമ്പോഴിങ്ങനെ ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കണം. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോയിലോട്ട് വന്നത് കേട്ടോ.